സോ ഗൈസ് കുറേ നാളായി ഒരു സ്പോയിലർ റിവ്യൂ ചെയ്തിട്ട്. സോ ഗൈസ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ലോക്കാണ്. സോ ഗൈസ് ബ്ലൂ ലോക്കിൻ്റെ നോർമൽ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലൂ ലോക്കിൻ്റെ സ്പോയിലർ റിവ്യൂ ആണ്. ബ്ലൂ ലോക്ക് സീസൺ 2 സ്പോയിലർ റിവ്യൂ. ബ്ലൂ ലോക്കിൻ്റെ സീസൺ 2-ൻ്റെ അകത്തിൽ 13 എപ്പിസോഡ്സാണ് റിലീസായത്. 109 മുതൽ 151 ചാപ്റ്റർ വരെയാണ് ബ്ലൂ ലോക്ക് മാങ്ക ആനിമിക്കകത്ത് കവർ ചെയ്തിട്ടുള്ളത്. ബ്ലൂ ലോക്ക് സീസൺ 2-നെ കുറിച്ച് അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇനി പറഞ്ഞല്ലോ. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ അങ്ങനെ ചോദിക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും പറയാം, ഇഷ്ടപ്പെട്ടില്ലെന്നും പറയാം. ബ്ലൂ ലോക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കാട്ടി ഒന്നും കൂടെ ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇതിനെക്കാട്ടി നല്ലത് വരുമെന്ന്. ബട്ട് എന്നെ നല്ല രീതിയിൽ തന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തു ബ്ലൂ ലോക്ക്. സീസൺ 2-ൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സീസൺ 1 എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മ്യൂസിക്സ്, ആനിമേഷൻ എല്ലാം കിടുവായിരുന്നു. നമ്മുടെ ബ്ലൂ ലോക്ക് സീസൺ 2-ൻ്റെ ആനിമേഷൻ വെച്ച് നോക്കാൻ നേരത്ത് സീസൺ 1-ൻ്റെ ആനിമേഷൻ്റെ ഒരു ഇച്ചിരി എടുത്തു പോലും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നാലും അവർ ആനിമേഷൻ വൈസ് ഇങ്ങനെ ചെയ്യാൻ പോയത്? സോ ഈ ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ മാങ്ക സീരീസ് ഒരു പോപ്പുലർ സാധനമാണ്. പോപ്പുലർ ലോക പോപ്പുലർ മാങ്ക ഇത് എടുത്തു നോക്കിയാൽ അതിൻ്റെ അത് പോപ്പുലറായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ബ്ലൂ ലോക്ക്. സോ ഈ ബ്ലൂ ലോക്കിൻ്റെ ഒരു ആനിമേഷൻ വരാൻ നേരത്ത് ഫസ്റ്റ് സീസണിൽ കുഴപ്പമൊന്നും വൃത്തിക്ക് ചെയ്തിട്ട് ഈ സീസൺ 2-ൻ്റെ അകത്ത് വന്ന് പോകുമ്പോൾ എന്തോ ഒരുമാതിരി ചെയ്ത് വെച്ചേക്കും. ഒരുമാതിരി ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയത്തില്ല, അതായിരുന്നു ബ്ലൂ ലോക്ക് സീസൺ. ഇസാക്കി ബ്ലൂ ലോക്ക് സീസൺ 2-ൻ്റെ അകത്തിൽ 3-ാമത്തെയോ 4-ാമത്തെയോ എപ്പിസോഡിൻ്റെ അകത്തിൽ ഒരു പുതിയ സ്കില്ല് അൺലോക്ക് ചെയ്യും. ആ സ്കില്ല് അൺലോക്ക് ചെയ്യുന്നതിൻ്റെ അകത്തിലേക്ക് അവന്മാർ എന്തു പന്ന രീതിയിലുള്ള ആനിമേഷൻ അവന്മാർ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആനിമേഷനെ കുറിച്ചേ പറയുള്ളൂ. ബ്ലൂ ലോക്ക് വെച്ച് നോക്കാൻ നേരത്ത്, ബ്ലൂ ലോക്ക് സീസൺ 2-ൻ്റെ കാര്യം വെച്ച് നോക്കാൻ നേരത്ത് മൊത്തത്തിൽ ഇതായിപ്പോയത് ആനിമേഷനാണ്. ബാക്കിയെല്ലാം കിടിലിനായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ടാണ് ആ സീരീസ് ഫുള്ളിരുന്ന് കണ്ടത്. അതിൻ്റെ സൗണ്ട് എഫക്ട്സ് കിടിലിനാണ്, ബാക്കിയെല്ലാം വിഷയമായിരുന്നു. ആ ആനിമേഷൻ മാത്രമാണ് അമ്മ ഇങ്ങനെ കുളവാക്കി വെച്ചത്. ചില സീനിൻ്റെ അകത്തിലുണ്ടല്ലോ ഈ ബോൾ വരുന്നത് മാത്രമേ കാണുന്നുള്ളൂ, തട്ടുന്നത് പോലും കാണത്തില്ല, ബോൾ തെറിച്ചു പോകുന്നേ കാണാം ചില സീനിൻ്റെ അകത്തിൽ. അതുപോലെ ആനിമേഷനായിരുന്നു അമ്മ ഈ തവണ ചെയ്ത് വെച്ചത്. സോ എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ താക്കുന്നില്ല ഈ ബ്ലൂ ലോക്കിന്. എന്നാലും വിഷയ സാധനമാണ് ഈ ബ്ലൂ ലോക്ക്. ഞാൻ പറയുക, ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് മ്യൂസിക്സൊക്കെ വരാൻ നേരത്ത് വൈബാണ്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഇയർഫോൺ വെച്ചിട്ട് കാണണം. വിഷയമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. എനിക്ക് ഇത്തോഷി വേഴ്സസ് സായി അങ്ങനെ കുറേ സീനൊക്കെ വന്നപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നായിരുന്നു. ബട്ട് ഇവർ ആനിമേഷനും കൂടെ വൃത്തിയാക്കിയായിരുന്നെങ്കിൽ ഇതൊരു വൈബ് സാധനമായിരുന്നേനെ. വൈബ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരുമാതിരിയായിരുന്നേ. സോ പിന്നെ ഈ സീരീസിൻ്റെ അത് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീരീസിൻ്റെ അത് കുറേ ക്യാരക്ടേഴ്സിൻ്റെ സ്കിൽസൊക്കെ നമ്മൾ കാണിച്ചു. മറ്റേ ഷിഡോ ഒക്കെ വരുന്ന എൻട്രിയൊക്കെ വിഷയമായിരുന്നു, അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ റിന്നും ഷിഡോയും തമ്മിലുള്ള അടി, അതൊക്കെ വിഷയമാണ്, അതൊക്കെ കൊള്ളാം. പിന്നെ നാഗിയുടെ കുറേ ഷോട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് ജപ്പാൻ ടീമിൻ്റെ കൂടെ കളിക്കുകയോ ഷോട്ട് അടിക്കുന്നുണ്ട്, അല്ലാതെ റിന്നിൻ്റെ കൂടെ ഒക്കെ കളിക്കാൻ നേരത്തും ഷോട്ട് അടിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഇസാഗിയൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആയി. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ബ്ലൂ ലോക്ക് സീസൺ 3-നെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. സോ ഈ ബ്ലൂ ലോക്ക് സീസൺ 3 ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിനകത്തിൽ നമ്മുടെ ഈഗോ പറയുന്നുണ്ട് ബ്ലൂ ലോക്ക് ഫേസസ് 2 ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. സോ അത് വെച്ച് നോക്കാൻ നേരത്ത് ബ്ലൂ ലോക്ക് സീസൺ 3 വരുമെന്നാണ് നമുക്ക് വിചാരിക്കാം. ബട്ട് ആനിമേഷൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അവരുടെ സ്റ്റുഡിയോയുമായിട്ടൊക്കെ ചെറുതായിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഫണ്ടിങ് അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് കൺഫേം ഒന്നുമല്ല ഇനി സീസൺ 3 വരുമോ എന്ന്. സീസൺ 1 കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സീസൺ 2 വന്നു. സോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നിനി സംഭവിക്കുമെന്ന്. സോ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ ബ്ലൂ ലോക്ക് സീസൺ 2-നെ കുറിച്ച് പറയാൻ. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഫുൾ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സോ ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ അഭിപ്രായം മൊത്തം കമൻറ്റ് ചെയ്ത് പറയുക. ഞാനാണെങ്കിൽ അത് ഈ ഷോർട്സിൻ്റെ അകത്തിൽ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം മൊത്തം റീഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ബ്ലൂ ലോക്കിൻ്റെ മാങ്ക ഇതുവരെ വായിച്ചിട്ടില്ല. സോ എനിക്കിങ്ങനെ ആനിമിയായിട്ട് കാണണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. ബട്ട് എനിക്കിനി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. സോ ഞാനത് മാങ്ക വായിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളോടൊരു കാര്യം ചോദിക്കുവാണ്, ഞാനിങ്ങനെ ഓരോരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വായിച്ച് ഓരോ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ ഇടണമെന്ന് നിങ്ങൾ പറയണം. മാങ്ക എക്സ്പ്ലനേഷൻ ബ്ലൂ ലോക്ക് ഇപ്പം തന്നെ 2 മാങ്ക എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡീമൺ സ്ലെയറും അതുപോലെ ചെയിൻസോ മാനും. സോ നിങ്ങൾ പറഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ അപ്പം സ്പോയിലർ റിവ്യൂ ഇത്ര. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ നിങ്ങൾ ആരും ബ്ലൂ ലോക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ, വിഷയമാണ്.
ഞാൻ ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞ് പോയി കാണാതിരിക്കല്ലോ, ഒരു വിഷയ സാധനം തന്നെയാണ് ബ്ലൂ ലോക്ക്. അപ്പോൾ ബൈ.